സുഖു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശരത്തിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാനും വിഷ്ണുവും തമ്മിൽ 17 വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ +1 +2 മുതൽ അന്ന് മുതൽ വിഷ്ണുവിനെ എനിക്കറിയാം. പിന്നെ അവനെക്കുറിച്ച് പറയുവാണെങ്കിൽ അന്നേ അവൻ തരികടെ ആയിരുന്നു. അന്ന് ക്ലാസ്സിൽ ഞങ്ങൾ 3 ആൺപിള്ളേരേ ഉള്ളൂ ട്യൂഷൻ. അപ്പം പെൺപിള്ളേരോട് പറയുന്ന കഥ കേൾക്കണം. ഇതൊക്കെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അനുഭവം അറിയാം. അന്നേ എനിക്കറിയാം ഇവനിങ്ങനൊക്കെ ആവുമെന്ന്. അപ്പം പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇവൻ്റെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് പെറ്റിക്കഥ അല്ലേ, പെറ്റിക്കഥയാണ്. പിന്നെ അത് കഴിഞ്ഞ് കെട്ടിയോൻ അതിനുശേഷം പിന്നെ നമ്മൾ കൽഹാര അങ്ങനെ 2-3 നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ പോയി. പിന്നെ ഇനിയും വിഷ്ണു ഇതുവരെ ആയി. ഇനി അങ്ങോട്ട് മുമ്പോട്ട് വിഷ്ണുവിൻ്റെ കൂടെ എല്ലാ ഇതിനും നമ്മൾ സപ്പോർട്ടായിട്ടുണ്ടാകും. കൂടുതലൊന്നും പറയാനില്ല. പ്രാർത്ഥിക്കുന്നു എല്ലാം നല്ലപോലെ നടക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഇനി നമ്മുടെ കളർമീൻ മീഡിയയെ ലോകമറിയിച്ച എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെ നേരിട്ട് കാണുന്നത്. നമ്മുടെ പോസ്റ്റർ ഡിസൈനർ, ഫോണിലൂടെ മാത്രം പരിചയമുള്ള നമ്മുടെ സ്വന്തം രഞ്ജു രാജ്. കളർമീൻ മീഡിയ എന്താണെന്ന് ലോകം അറിഞ്ഞത് അദ്ദേഹത്തിലൂടെയാണ്. പ്ലീസ് 2 വാക്ക്. കൊല്ലത്തുനിന്ന് അദ്ദേഹം നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി വന്നാണ്. അത്രയ്ക്ക് തിരക്കിനിടയിൽ ഓടിയെത്തിയതാണ്. നമുക്ക് വേണ്ടി 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഈ വ്യക്തിയായിരുന്നു അതില്ലേ വിഷ്ണുവിനോട് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ആ വ്യക്തി ആരാന്ന്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്? നിങ്ങൾ ആദ്യമായിട്ടാണ്. നിങ്ങളുടെ പേര് ചോദിക്കാത്ത ദിവസങ്ങളില്ല. എനിക്ക് ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് എനിക്കിഷ്ടമാണ്. ഔട്ട്സ്റ്റാൻഡിങ് വർക്ക്. തുറന്ന് ഞാൻ പറയാലോ, ഔട്ട്സ്റ്റാൻഡിങ് വർക്കാണ്. പെർഫെക്റ്റ് ആണ് നിങ്ങളുടെ വർക്ക്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളെ ഡയറക്ടർ ഉൾപ്പെടെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ പരിചയപ്പെടുന്ന തുടങ്ങിയ ഒരു അനുഗമനം എന്നും പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ കൂടി അതിൻ്റെ ഒരു പാർട്ട് മാത്രം കണ്ടിട്ട് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഈ അനുഗമനത്തിൻ്റെ അതേ രീതിയിൽ വേറൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഞാൻ ഇദ്ദേഹത്തിന് നമ്പർ എടുത്ത് വിളിച്ച് പറയുകയാണ്, ഇതേപോലെ നിങ്ങളെ ഷോർട്ട് ഫിലിം കോപ്പി അടിച്ച് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം പുള്ളിക്കാരൊരു കളർ മീനുകളും ചെടികളും എന്നും പറഞ്ഞൊരു സംരംഭം തുടങ്ങാൻ നേരത്തെ എൻ്റെ അടുത്ത് ഒരു മെസ്സേജ് ഇട്ടിട്ട് ഞാനൊരു പോസ്റ്റർ ചെയ്തോളാം പറയും. ഞാൻ ആദ്യമായിട്ട് ഞാനൊരു പോസ്റ്റർ ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് അതിനൊരു കാര്യമുണ്ട്, പൈസ ഒന്നുമില്ല. എനിക്ക് പോസ്റ്റർ ചെയ്ത് തരാമോ? കട തുടങ്ങുന്നതേ ഉള്ളൂ, പൈസ ഒന്നുമില്ല. പോസ്റ്ററൊക്കെ ചെയ്ത് കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ ഒരു മെസ്സേജ് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, അതിൻ്റെ പേര് കല്യാണ ഗത എന്നാണ്. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ടൊരു പോസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് കളർ മീനുകളും ചെടികളും എന്ന് പറഞ്ഞ പോസ്റ്റർ ചെയ്തിട്ട് പുള്ളി ഒരു വാക്ക് പോലും പിന്നെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഞാനിത് പോസ്റ്റർ ചെയ്ത് അയച്ചു കൊടുത്തു കല്യാണ കഥയ്ക്ക്. പിന്നീട് ഇങ്ങോട്ട് നടന്ന എല്ലാ ഷോർട്ട് ഫിലിമിനും എന്നെ അദ്ദേഹം കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പം മിക്കപ്പോഴും റിലീസ് വൈകുന്നതിനൊരു കാരണം ഞാനാണ്. റിലീസിൻ്റെ തലേ ദിവസം രാത്രി ഒരു ഫുൾ ടൈം ഉറക്കാതെ ഇരുന്നിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ പല തവണ റിലീസ് മാറ്റി വെച്ചിട്ടുണ്ടല്ലേ, അത് മടി കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണമാണ്. അപ്പം അങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പം 100K കളർമീൻ മീഡിയ എത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിന് സന്തോഷം. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. ഇനി ഈ ഷോർട്ട് ഫിലിമിൽ നിന്നും നമുക്ക് വലിയ സ്ക്രീനിലേക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സ്വന്തം അനീഷ് സ്നാപ്സിനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് അനീഷ്, വെൽക്കം ടു ദ സ്റ്റേജ്. 2 വാക്ക്. നാടക നടനും കളർമീൻ മീഡിയയുടെ പ്രധാന നടനുമായ അനീഷ്. താങ്ക് യു. കഴിഞ്ഞു. ചേട്ടാ നമസ്കാരം. ബ്രോ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പ്രദീപിള്ള ബ്രോയോ? പ്രദീപിള്ള ശീലിച്ചു പോയി. താമസല്ലേ വന്നത്, അതുകൊണ്ട്. ഓക്കെ. ഞാൻ ശരിക്കും ഒരു ഫംഗ്ഷന് വരാനുള്ള ബസ്സിലൊന്നുമല്ല.
ഒരു ചെറിയ സ്ഥലത്ത് പെട്ടുപോയി. അതിൻ്റെ കുറച്ച് കാര്യങ്ങളോട്ട് ഓടി നടക്കുമായിരുന്നു. അപ്പം വിഷ്ണു ഇവിടുന്ന് വിളിക്കുന്നു, പ്രിൻസ് വിളിക്കുന്നു, പെട്ടെന്ന് വന്നിട്ട് പോകാം, അല്ല തിരിച്ചു വരും എങ്കിൽ പോകാം എന്നുള്ള രീതിയിൽ ഓടി വന്നതാണ്. ഈ പ്രസ് കാണുന്നതിനൊക്കെ മനസ്സിലാവും. പിന്നെ എന്താ പറയുക, ഒരു പെറ്റിക്കഥ അല്ലേ, ഒരു പെറ്റിക്കഥയല്ലേ ആദ്യം വന്നേ. ഒരു പെറ്റിക്കഥയിൽ പോലീസുകാരനായിരുന്നു, അതിനുശേഷം ചെറുപ്പക്കാരനായിരുന്നു. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഓരോ ഫിലിം ഇറങ്ങുമ്പോഴും എൻ്റെ പ്രായം കൂടി അമ്മാവനായി, വല്യച്ഛനായി, അപ്പൂപ്പനായി. ഇപ്പോൾ എനിക്ക് സിനിമയിൽ അച്ഛൻ വേഷങ്ങൾ മാത്രമേ തരാറുള്ളൂ. അതെന്താണെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. എന്തായാലും ഇങ്ങനൊരു ഫംഗ്ഷൻ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ. നമ്മൾ ലോക്ക്ഡൗൺ സമയത്താണ് നമ്മൾ തുടങ്ങുന്നത് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഒരിക്കലും നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഫംഗ്ഷൻ ഇങ്ങനെ എല്ലാവരും കൂടുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞാൻ വളർത്തിയെടുത്തൊരു കലാകാരനുണ്ട്, അനിൽ സാർ അല്ലേ. ഓക്കെ. പിന്നെ നമ്മുടെ ചേച്ചി എല്ലാവരും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു ടെൻഷൻ നിൽക്കുകയാണ് ഞാൻ, അതുകൊണ്ട് സംസാരിക്കാനൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഓ ഇങ്ങനത്തെ ഫംഗ്ഷൻ വേറെ എന്താ പരിപാടിയൊക്കെ ഫുഡ് കഴിക്കാം ഉണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് വിഷ്ണുവിൻ്റെ ഡയറക്ഷനിൽ വിഷ്ണുവിൻ്റെ ഫിലിമിൽ വേഷം കിട്ടണമെങ്കിൽ കാണേണ്ട ആളെ സാറ് കാണിച്ചു തന്നിട്ടുണ്ട്. വേഷം കിട്ടും ഉറപ്പായിട്ടും അല്ലേ. അപ്പോൾ എപ്പോഴും ഞാൻ വിഷ്ണുവോട് പറയുന്നൊരു കാര്യമുണ്ട്, വിഷ്ണു നമ്മൾ ഓരോ പ്രാവശ്യം കഴിയും തോറും നെഗറ്റീവും പോസിറ്റീവും എല്ലാം വിഷ്ണുവോട് ഞാൻ പറയാറുണ്ട്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും കിട്ടാൻ വേണ്ടി വിഷ്ണുവിനെ വിളിക്കാറുണ്ട്. നെഗറ്റീവും പോസിറ്റീവും പറയുന്നവരോട് ഡയറക്റ്റ് ഡയലോഗൊക്കെ വിഷ്ണുവിട്ട് കൊടുക്കാറുണ്ട്. അവസാനം ചെന്നെത്തുന്ന സിനിമയിലാണ് എന്നൊരു ലക്ഷ്യം. സാറ് പറഞ്ഞാൽ നമുക്കെല്ലാം സിനിമ ആവശ്യം. അപ്പം സാറ് പറഞ്ഞ പോലെ സിനിമയിൽ എനിക്കൊരു ചെറുപ്പക്കാരൻ്റെ വേഷം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലേ. തീർച്ചയായും. ഓക്കെ, തീർച്ചയായിട്ടും ഇങ്ങനെയുണ്ട്. അപ്പം ഞാൻ ഇപ്പം കാലത്തേക്കൊന്ന് മാറി നിൽക്കുകയാണ്. ഞാൻ പോയിട്ടൊരു 10-20 മിനിറ്റ് ഒന്നുകൂടെ വരാം. പിന്നെ പോകത്തില്ല, പിന്നെ ശല്യമായിട്ടൂടെ കാണും. എല്ലാവരും കണ്ട് ആയി പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ സൗന്ദര്യ കാണും. സൗന്ദര്യയിലോട്ട് വന്നാൽ ഞാൻ അങ്ങോട്ട് വരാം, അവിടെ കുഴപ്പമില്ല, എനിക്ക് അവിടെ കയറാൻ പറ്റും. അങ്ങോട്ട് എത്തിയാൽ ഓക്കെ. അപ്പം എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും നല്ല ഉയരങ്ങളിലെത്തട്ടെ, ഞാനും ഉയരങ്ങളിലെത്തട്ടെ. ശരിയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. യൂട്യൂബ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആദ്യത്തെ ആദരവ് 100K സബ്സ്ക്രൈബേഴ്സിന് യൂട്യൂബ് തന്ന സിൽവർ പ്ലേ ബട്ടൺ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്ലേ ബട്ടൺ അൺവീൽ ചെയ്ത ഒരാളാണ് ഞാൻ, പക്ഷെ അൺബോക്സ് ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് ഇരട്ടി സന്തോഷം ഇങ്ങനൊരു വേദിയിൽ നമ്മുടെ കളർമീൻ മീഡിയയുടെ 1 lakh സബ്സ്ക്രൈബേഴ്സിന്റെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.